ഒരു വേദനിപ്പിച്ചതിന് പകരം ചെയ്തു കൊടുക്കുക, സന്തോഷിപ്പിക്കുക. ഒരു വിവാഹം നടക്കുമ്പോ, ഒരു സൽക്കാരം നടക്കുമ്പോ എന്തെല്ലാം വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒരു കുഞ്ഞിന്റെ പ്രസവം നടന്നാൽ എന്തൊക്കെ ഡയലോഗുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും പറയും, കുടുംബങ്ങളിൽ വിഷമങ്ങൾ ഉണ്ടാക്കും അല്ലേ? ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ എന്തോ ഒരു ടെൻഷൻ വരും. അവൾ അത് പറഞ്ഞു, മറ്റേ ആൾ എന്നത് പറഞ്ഞു, കുത്തുവാക്ക് പറഞ്ഞു, ഇളക്കി പറഞ്ഞു, കളിയാക്കി പറഞ്ഞു. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെന്നെ തീർക്കണ്ടേ? ഒന്ന് പരിഹരിക്കണ്ടേ? മനസ്സൊന്ന് ശുദ്ധമാക്കണ്ടേ? കൽബൊന്ന് ക്ലിയർ ചെയ്യണ്ടേ? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ സമ്പത്തോ മക്കളോ ഒന്നും നിങ്ങളെ രക്ഷിക്കാനുണ്ടാവില്ല. എന്താ രക്ഷപ്പെടുത്തുന്നത്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കറകളില്ലാത്ത മനസ്സുമായി അല്ലാഹുവിനെ സമീപിച്ചവർക്കേ രക്ഷയുള്ളൂ. കൽബിന്റെ ഉള്ളിൽ അഹങ്കാരം കൊണ്ട് നടക്കുക, എന്നിട്ട് അതിങ്ങനെ പറഞ്ഞു നടക്കുക. അത് ആണുങ്ങളും പെണ്ണുങ്ങളിലൊക്കെ കാണുന്നവരുണ്ട്. നിർത്തേണ്ടവരാണ്. അടിയന്തരമായി നിർത്തണം, അടിയന്തരമായി നിർത്തണം. മനുഷ്യരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ചിലക്കത് ശീലമായിട്ടുണ്ടാവും. കുത്തുവാക്ക് പറയാ, അത് ദുശ്ശീലമാണ്. അല്ലാഹുവിനത് ഇഷ്ടമല്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മദീനയിലെ പള്ളിയിലേക്ക് വരുമ്പോഴാണ് മുത്തുനബി പറയുന്നത്, യദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാൾ ഈ വഴിക്ക് കടന്നു വരുന്നുണ്ട്. സ്വർഗത്തിൽ പോകുന്ന ആൾ വരുന്നുണ്ട്. നബി തങ്ങൾ പറയാ, ഒരു വാഴ നടക്കാന്ന് വിചാരിച്ചോളൂ. നബി തങ്ങൾ പറയാ, ഇപ്പൊ ഒരാൾ വരും. ആ മനുഷ്യന്റെ ഇടത് കൈയിൽ 2 ചെരുപ്പുകൾ ഉണ്ടാവും. വുദൂഇന്റെ വെള്ളം ഇങ്ങനെ താടിയിലൂടെ ഉച്ചുന്നുണ്ടാവും. അങ്ങനെ വരുന്ന ഒരാൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ് കേട്ടോ എന്ന് റസൂലുള്ളാഹ്. സഹാബികളൊക്കെ നബി തങ്ങളുടെ ദർസ് നടക്കുമ്പോ ചിലരൊക്കെ ബാക്കിലേക്ക് നോക്കാൻ തുടങ്ങി. ആരെങ്കിലും വരുന്നുണ്ടോ? ആരാണ് വരുന്ന ആൾ? ആ ഭാഗ്യവാൻ ആരാണ്? ബാക്കിൽ ഇരിക്കുന്നുണ്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ നിസ്കരിക്കുകയും പകല് മുഴുവൻ നോമ്പ് നോൽക്കുകയും ചെയ്തപ്പോ, അബ്ദുല്ലാ, നിങ്ങളുടെ കണ്ണിന് നിങ്ങളോട് ബാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉറങ്ങണം എന്ന് പറഞ്ഞ നബി തങ്ങൾ, എന്നും വേണ്ട, നിങ്ങളുടെ ശരീരത്തിന് ഹക്കുണ്ട്, നിങ്ങളത് വീട്ടിക്കൊടുക്കണം, ക്ഷീണിപ്പിക്കരുത് ശരീരത്തെ എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആ സഹാബി അദ്ദേഹം ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പോഴുണ്ട് നബി തങ്ങൾ പറഞ്ഞ പോലെ ഒതു കൊടുത്ത് ഇടത് കൈയിൽ ചെരുപ്പം പിടിച്ച ഒരാൾ ഇങ്ങനെ കടന്നു വരുന്നു. അവിടെ വന്നിരുന്നു. അദ്ദേഹം അറിഞ്ഞിട്ടില്ല നബി തങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ദർസ് തുടർന്നു. അബ്ദുള്ള റളിയല്ലാഹു അൻഹു, പടച്ചവനെ, ഇയാളുടെ ഒരു ഭാഗ്യം റബ്ബേ, ഇയാളെ പറ്റിയാണല്ലോ നബിയെ പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തല്ലോ. 2ാമത്തെ ദിവസം ക്ലാസ് നടക്കുമ്പോ നബി തങ്ങൾ അന്നും പറഞ്ഞു, ഒരാൾ വരുന്നുണ്ട്, സ്വർഗത്തിലേക്ക് പോകുന്ന ആൾ ഇടത് കൈയിൽ ചെരുപ്പം പിടിച്ച് വരുന്നുണ്ട്. ഇപ്പൊ വരുന്നു പറഞ്ഞു. അപ്പോഴും നോക്കി നിന്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഇന്നലെ വന്ന അതേ ആള് തന്നെ ചെരുപ്പ് പിടിച്ചു വരുന്നുണ്ട്. അവിടെ ഇരുന്നു. അദ്ദേഹം കൂടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ്, ഇയാൾ എന്തായി ചെയ്യുന്നത്. 3ാമത്തെ ദിവസവും യദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗത്തിലേക്ക് പോകുന്ന ആൾ ഇതാ വരുന്നു, കണ്ടോളൂ. ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ചിട്ട് വരുന്നുണ്ട്. വുദൂഇന്റെ വെള്ളം മുഖത്തൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. നോക്കുമ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും വന്ന അതേ ആള് തന്നെ. അപ്പൊ അബ്ദുള്ള റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഇയാളുടെ കൂടെയൊന്ന് നടക്കണം, എന്താണ് ഇതിന്റെ കാരണമെന്ന് കണ്ടുപിടിക്കണം. നോക്കുന്ന സമയത്ത് മഹാനായ സുഹാബിയോട്, മദീനയിൽ കിടക്കുന്ന അൻസ്വാരിയായ സുഹാബിയോട് അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും എന്റെ വാപ്പയും തമ്മിൽ ചെറിയൊരു കശപിശയുണ്ട്, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ താമസിച്ചോട്ടെ? ആ, കുഴപ്പമില്ല, വീട്ടിൽ താമസിച്ചു. ഇപ്പൊ നോക്കുന്നത് രാത്രി എത്രയായി ഇദ്ദേഹം നിസ്കരിക്കുന്നത്, എന്തൊക്കെയാ സൽക്രമങ്ങൾ ഏറെ ചെയ്യുന്നത്, എന്താണ് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവാൻ കാരണമായത്. ഇത് പഠിക്കലാണ് ലക്ഷ്യം. അതിനാണ് സ്റ്റഡി ടൂർ എന്ന് പറയാൻ. പഠിക്കാൻ വേണ്ടി പോവാ, നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടി പോവാ, സർവ്വവിധനം ചെയ്തിട്ട് പോരാ. അങ്ങനെ ആവരുത്. ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോലും ഇങ്ങനെയാണ്. കേസ് സ്റ്റഡി. പഠിക്കാൻ വേണ്ടി പോയതാണ്, ഒരു വിഷയം എടുത്ത് പഠിക്കാൻ. അപ്പൊ നോക്കുമ്പോ അദ്ദേഹം കിടന്നുറങ്ങി. രാത്രി സുബഹിക്ക് മുമ്പ്, ഒരല്പം മുമ്പ് എഴുന്നേറ്റു, കൊടുത്തു. 2 പേര് ഒരുമിച്ച് പള്ളിയിലേക്ക് പോയി. രാവിലെ അദ്ദേഹം ജോലിക്ക് പോകുന്നു. നോമ്പുണ്ടോ നോക്കി, അന്ന് നോമ്പൊന്നുമില്ല, സാധാരണയാണ്. പടച്ചവനെ, ഇങ്ങനെ സ്വർഗത്തിൽ പോകുന്ന ആൾ ഇത്ര അമല് ചെയ്താൽ മതിയോ? ചിലപ്പോഴേ നാളെ ആയിരിക്കും ഇദ്ദേഹം നോമ്പൊലിക്കുന്ന ദിവസം. ഇപ്പൊ നാളെ രാത്രിയായിരിക്കും ഇന്ന് നിസ്കരിക്കണത്. ഒരു ദിവസം കൂടെ നിന്നാന്ന് ചോദിച്ചാലോ? പറഞ്ഞു, പിന്നെ ഞാനും വാപ്പിയും തമ്മിലുള്ള കുഴപ്പം ഇതുവരെ ശരിയായിട്ടില്ല, ഇന്ന് രാത്രി കൂടെ നിന്നോട്ടെ ഇങ്ങടെ പുരക്ക്. കുഴപ്പമില്ല, നിന്നോന്ന് പറഞ്ഞു.
സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. അന്നും നോക്കുമ്പോ ഷാൻസ്കാരം കഴിഞ്ഞ് വിത്രും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു കടന്നുറങ്ങുന്നു. സാധാരണ ജീവിതം. സുബഹിയുടെ മുമ്പ് ഒരൽപ്പം മുമ്പ് എഴുന്നേറ്റു, രണ്ടുപേരും wudu എടുത്തു, റെഡിയായി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, ബാങ്ക് കൊടുത്തു, നേരെ പള്ളിയിലേക്ക് പോയി. സുന്നത്തും ഫർളും കഴിഞ്ഞു, കുറച്ച് ദിക്റും കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അദ്ദേഹം നോമ്പ് വെച്ചിട്ടില്ല, സുന്നത്ത് നോമ്പൊന്നുമില്ല, റമദാനൊന്നുമല്ല, സുന്നത്ത് നോമ്പൊന്നുമില്ല. അദ്ദേഹം സാധാരണ. പഠിച്ചവനെ ഇതെന്ത് കഥ? ചിലപ്പോ നാളെ എനിക്ക് ഒരു ദിവസം കൂടെ നോക്കട്ടെ, 3 ദിവസമല്ലേ പരീക്ഷിക്കാൻ നല്ലത്, ഒന്നുകൂടെ ചോദിച്ചു, ഒരു ദിവസം കൂടെ നിന്നോട്ടെ. അന്നും ഇതുപോലെയാ. നേരം വെളുത്തപ്പ പറഞ്ഞു, യാ ഫുലാൻ, എന്റെ സഹോദര, ഞാനും വാപ്പയും തമ്മിൽ ഇത്ര വലിയൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പിന്നെ നിങ്ങളുടെ കൂടെ കൂടാൻ കാരണം നിങ്ങളെ പറ്റിയാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണെന്ന് 3 ദിവസം പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് നോക്കാൻ ഞാൻ വന്നതാണ്. നോക്കുമ്പോ എന്നെ പോലെ തന്നെ എന്നെ അത്ര പോലും നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നില്ല, എന്നിട്ടും എന്തേ ഇത് കിട്ടാൻ കാരണമെന്ന് പറഞ്ഞു തരാവോ? അവര് പറഞ്ഞു, ഹുവ ദാക, നിങ്ങളെ കണ്ടില്ലേ, അത്ര തന്നെ ഉള്ളൂ, വേറൊന്നും എന്റെ അടുത്തില്ല, അത്ര തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാ ഞാൻ വരാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ആ വീട്ടുകാരനായ സുഹാബി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് തആൽ, പിന്നെ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നല്ലേ ചോദിച്ചത്? ഞാൻ രാത്രി ഉറങ്ങാൻ ചെല്ലുമ്പോഴേ എന്റെ മനസ്സിൽ ഒരു മനുഷ്യനോടും അസൂയയോ ഒരു ദേഷ്യമോ, അയാളെ കിട്ടിയാൽ വകവരുത്തുന്നോ, അയാൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നു, ഇങ്ങനെ ഒരു ചിന്തയും എന്റെ മനസ്സിൽ ഉണ്ടാവാറില്ല. ഞാനത് രാത്രിക്ക് രാത്രി പുറത്തു കൊടുക്കാം. അങ്ങനെ മനസ്സ് ശുദ്ധമായിട്ടാണ് ഞാൻ കടന്നുറങ്ങാറ്, വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ, പൊയ്ക്കോന്ന് പറഞ്ഞു. നബിയോട് ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, നിങ്ങളെ പറഞ്ഞ ആളുടെ പിന്നാലെ ഞാൻ കൂടി ചോദിച്ചു നോക്കുമ്പോ കഥ ഇത്രയേ ഉള്ളൂ. തങ്ങൾ പറഞ്ഞു, ഹുവ ദാക്, ആ പറഞ്ഞത് തന്നെയാണ് കാരണം, ആ പറഞ്ഞത് തന്നെയാണ് കാരണം. ഖൽബിന്റെ ഉള്ളിലേക്ക് വഹീന്റെ വെളിച്ചം കൊണ്ട് നോക്കാൻ കഴിയും നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു, നബിയെ, അങ്ങയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഒരാളുണ്ട്, അയാളൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഈ നല്ല സ്വഭാവത്തെ സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. മനസ്സിന്റെ ഉള്ളിൽ കറകളില്ലാത്ത, വിദ്വേഷങ്ങളില്ലാത്ത ആളുകൾക്ക് 5 നേരത്തെ ഫർളും അള്ളാഹു നിർബന്ധമാക്കി ഇബാദത്തും ചെയ്ത് ഹറാമുകൾ ചെയ്യാതെ ജീവിച്ചാൽ ഖൽബ് ശുദ്ധമുള്ള ആളുകൾക്ക് സ്വർഗം കിട്ടാനത് എമ്പാടുമാണ്. ഈ വലിയൊരു മെസ്സേജ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, വീടുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, ഭാര്യയുടെയും ഭർത്താവിന്റെയും വീട്ടുകാരുടെ തമ്മിൽ കശപിശകൾ ഉണ്ടാകുമ്പോ, ഏതെങ്കിലും ഒരാൾ അപ്പ പറഞ്ഞു, അന്ന് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, ഫോൺ വിളിച്ചു പറഞ്ഞു, അവനോട് പറഞ്ഞു, ഇവളോട് പറഞ്ഞു, മരുമോനോട് വിളിച്ചു പറഞ്ഞു, ഈ പറഞ്ഞ കൈലയും കാലയും ആര് പറഞ്ഞു, ഇവിടെ പറഞ്ഞു, ഇതൊന്നും തെളിവുകളില്ലാത്ത ഏതൊക്കെയോ കുറെ വാക്കുകൾ കൂട്ടിവെച്ച് വലിയ പ്രശ്നമാക്കി കുടുംബങ്ങൾ തകർക്കുന്നവരെ ഖൽബുകൾ ശുദ്ധിയാക്കാതെ സ്വർഗം കടക്കാൻ കഴിയില്ല. ഹൃദയം ശുദ്ധിയാക്കാതെ സ്വർഗം കടക്കാൻ കഴിയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. വാക്കുകളാൽ വേദനിപ്പിച്ചവരെ ആ വാക്കുകൊണ്ട് തന്നെ അതിന് നീതി കൊടുക്കണം. വാക്കുകളെ കൊണ്ട് തന്നെ അവരോട് തിരിച്ചെടുക്കാൻ പറയണം, മാപ്പ് ചോദിക്കണം. ഏതെങ്കിലും ഒരാൾ മറ്റൊരാളോട് മാപ്പ് തരണം എന്ന് ചോദിച്ചു വന്നാൽ ചോദിക്കപ്പെട്ടവരെ മാപ്പ് കൊടുക്കൽ നിർബന്ധമാണ്. ഞാൻ പുറത്തരൂല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാധ്യത തീർന്നിട്ടുണ്ട്. അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കൂല. നിങ്ങൾ ചോദിച്ചില്ലേ മാപ്പ് തരണമെന്ന്? ചോദിച്ചു. അയാൾ എന്ത് പറഞ്ഞു? ഞാൻ പുറത്തരൂല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കുഴപ്പമില്ല. അയാളും പഠിച്ചു. നിങ്ങൾ നിങ്ങളുടെ ബാധ്യത ചെയ്തോ? അൽഹംദുലില്ലാഹ്, മതി. അത്രയേ വേണ്ടൂ. ഒരു മനുഷ്യനോട് മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കൽ നിർബന്ധമാണെന്നാണ്. ഞാൻ പുറത്തു തരില്ലെന്ന് പറയാൻ പാടില്ല. പറഞ്ഞേക്കാ എനിക്ക് വലിയ വിഷമമുണ്ടായിരുന്നു, ഏതായാലും ഇപ്പൊ നീ അങ്ങനെയൊക്കെ പറഞ്ഞു, മാപ്പ് ചോദിക്കല്ലേ, ഞാൻ മാപ്പ് തരാം, ഇത് പുറത്തു കൊടുക്കണം എന്നാണ്. ഇതൊക്കെ ഇസ്ലാമിന്റെ നീതിയുടെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബികളും പഠിച്ചെടുത്ത നീതിയുടെ അങ്ങേയറ്റം, സർവമാന നീതി, സർവത്ര നീതി, അതാണ് ഇസ്ലാം. അദ്ൽ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ.
إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. ഇന്ന് ജുമഅക്ക് പോയ സത്യവിശ്വാസികളായ പുരുഷന്മാരെ മുഴുവനും ഇത് കേട്ടിട്ടുണ്ടാവും. ഈ ആയത്ത് ഖുതുബ അവസാനിക്കുമ്പോ അത് കഴിഞ്ഞിട്ട് ഇഖാമത്ത് കൊടുക്കാൻ നിസ്കരിക്കാൻ അല്ലേ? എന്താണ് പറഞ്ഞത്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നീതി ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും നമ്മളോട് കൽപ്പിക്കുകയാണ്. ഖുതുബ എന്ന ആ ഒരു സന്ദേശത്തിന്റെ അവസാന അതിന്റെ എന്താ പറയാ, അതിന്റെ എസൻസ്, അതിന്റെ ഓൾ ഇൻ ഓൾ, അതിന്റെ സർവത്ര ആശയങ്ങളും ഉൾക്കൊള്ളുന്ന നക്ഷൽ എന്നൊക്കെ പറയാവുന്ന ഒരു ആയത്താണിത്. ആ പറഞ്ഞതിന്റെ കാകത്തുക ഇതിലുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും കൽപ്പിക്കുന്നു. വഈതാഇ ദിൽ ഖുർബാ, പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നും. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅ്ളുകും ലഅല്ലകും തദക്കറൂൻ. അങ്ങനെ ഓതേണ്ടത്. ചിലപ്പോ പ്രേക്ഷക ജസ്താമാരൊക്കെ ഓതുന്ന സമയത്ത് വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅ്ളുകും, അങ്ങനെയല്ല, വൽ ബഗി ഇപ്പുറത്തേക്കാണ്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, ഈ മൂന്ന് വിഷയങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് അല്ലാഹു പറയുന്നു. എന്തൊക്കെ? അനിൽ ഫഹ്ശാ, നിങ്ങൾ തോന്നിവാസം പറയരുത്. വൽ മുൻകർ, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യരുത്. വൽ ബഗി, ഒരാളും ഒരാളെയും ആക്രമിക്കരുത് എന്ന് അല്ലാഹു നിങ്ങളോട് പറയും. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചാൽ നിങ്ങൾ നന്നാവുമല്ലോ, അതുകൊണ്ട് അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് നിസ്കരിക്കാൻ പറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നീതി പാലിച്ചുവോ, നമ്മുടെ വീട്ടുകാരോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ സഹജനങ്ങളോട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാപിച്ചെടുത്ത ഈ നീതിയുടെ ആശയം, നമ്മുടെ വാക്കുകളിൽ നീതി, നമ്മുടെ പെരുമാറ്റത്തിൽ നീതി, നമ്മുടെ ഇടപാടുകളിൽ നീതി, നമ്മുടെ ബന്ധുമിത്രാദികളോട്, സഹജനങ്ങളോട്, കൂട്ടുകുടുംബത്തോട് നീതി ചെയ്യുന്ന ഈ ഇസ്ലാമിന്റെ വളരെ മനോഹരമായ സർവത്ര സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ